അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സുജൂദ് സഹ്വ്, മറവിയുടെ സുജൂദ്, അങ്ങനെ ഒരു സുജൂദ് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും. എപ്പോഴാണത് ഉണ്ടാവുക? ആരാണത് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്തെല്ലാം കാരണങ്ങൾക്ക് സഹ്വിന്റെ സുജൂദ് അഥവാ മറവിയുടെ സുജൂദ് ഉണ്ടാകും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. സഹ്വിന്റെ സുജൂദ് അഥവാ മറവിയുടെ സുജൂദ്, അത് രണ്ട് സുജൂദാണുള്ളത്. എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്? നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പായി ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നർത്ഥം. അപ്പൊ അത് എങ്ങനെയാണ്? ഇനി അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഇത് ആരൊക്കെ ചെയ്യണം. അപ്പൊ ഈ സുജൂദ് എന്നുള്ളത് നിസ്കാരത്തിൽ വല്ല മറവികളോ കാര്യങ്ങളോ സംഭവിച്ചാൽ ചെയ്യേണ്ട സുജൂദാണ്. 6 കാരണങ്ങൾ കൊണ്ട് ഈ സുജൂദ് ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം, തർക്കു ബഅദിൻ മിൻ അബ്ആദിസ് സ്വലാത്തി ഹംദൻ ഔ സഹ്വൻ, കരുതിക്കൂട്ടിയോ മറന്നുകൊണ്ടോ നിസ്കാരത്തിലെ അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് വല്ലതും ഉപേക്ഷിക്കുക. അതൊന്നാമത്തെ. അതിനെന്താണ്? കുനൂത്ത്. അതേപോലെ ഒന്നാമത്തെ തഹിയാത്ത്. അത് വലോ ഹർഫം മിൻ നഹ്വിൽ കുനൂത്തി, അതാണ് കിതാബിൽ പറയുന്നത്. കുനൂത്തിൽ നിന്ന് ഒരു ഹർഫ് എങ്കിലും ഒഴിവാക്കിയാൽ എന്തുണ്ട്? സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട് എന്നർത്ഥം. രണ്ടാമത് എന്താണ്? അബ്ആദ് സുന്നത്തിൽ നിന്ന് വശക്കു ഫീ തർക്കി ബഅദിൻ മുഅയ്യനിൻ, മുഅയ്യനായ നിർണിതമായ വല്ല കാര്യങ്ങളിൽ നിന്നും വല്ലതിനെയും ഉപേക്ഷിച്ചാലും എന്തുണ്ട്? നിസ്കാരത്തിൽ ഉപേക്ഷിച്ചാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അതെന്താണ്? കുനൂത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ ചൊല്ലിയോ ഇല്ലയോ എന്നൊരാൾക്ക് സംശയം വന്നു. അതല്ലെങ്കിൽ അത്തഹിയാത്ത്, ഒന്നാമത്തെ അത്തഹിയാത്ത്, അത് പൂർണ്ണമായി ചൊല്ലിയോ ഇല്ലേ എന്നുള്ള സംശയം വന്നാൽ, അങ്ങനെ വന്നാലും സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ്? നഖ്ലു മത്ലൂബി ഖൗലിയിൽ ലാ യുബ്തിലു നഖ്ലുഹു ഇലാ ഗൈരി മഹല്ലിഹി, അഥവാ എന്താണ്? നിസ്കാരത്തിലെ 5 ഫർദുകൾ ഖൗലി അഥവാ ചൊല്ലൽ നിർബന്ധമായ കാര്യങ്ങൾ 5 എണ്ണമാണല്ലോ ഉള്ളത്. അതിൽ നിന്ന് വല്ലതും അസ്ഥാനത്ത് കൊണ്ടുവരിക. അങ്ങനെ വന്നാൽ എന്തുണ്ട്? സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഉദാഹരണത്തിന് എന്താണ്? സൂറത്ത് അസ്ഥാനത്ത് കൊണ്ടുവന്നു, അത്തഹിയാത്ത് അസ്ഥാനത്ത് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ വന്നാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. എന്നാൽ ഖൗലിയായ അഥവാ നമ്മൾ ഉച്ചരിക്കേണ്ടതായ കാര്യങ്ങൾ 5 നമ്മൾ പറഞ്ഞുവല്ലോ. അതിൽ പെട്ടതാണ് ഏത്? തക്ബീറത്തുൽ ഇഹ്റാമും സലാമും. ഇത് നിസ്കാരത്തിൽ അസ്ഥാനത്ത് കൊണ്ടുവന്നാൽ നിസ്കാരം ബാത്തിലാകുന്നതാണ്. അത് സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഗണനീയം അല്ല. നാലാമത്തെ കാര്യം, സഹ്വു മാ യുബ്തിലു അംദുഹു, മനഃപൂർവ്വം ചെയ്താൽ, കരുതിക്കൂട്ടി ഒരാൾ നിസ്കാരത്തിൽ ചെയ്താൽ ബാത്തിലാകുന്ന കാര്യങ്ങൾ ഒരാൾ കൊണ്ടുവന്നു, അത് മറന്നു ചെയ്താണ് അർത്ഥം. അങ്ങനെ വന്നാൽ എന്താണ്? സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് എന്താണ്? ഒരാൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കരുതിക്കൂട്ടി ഒരാൾ ചെയ്താൽ, ചായ കുടിച്ചു, വെള്ളം കുടിച്ചു, അങ്ങനെ മനഃപൂർവ്വം നിസ്കാരത്തിൽ ഒരാൾ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അതുപോലെ തന്നെയാണ് ഒരു പ്രവൃത്തി ദീർഘിച്ചുകൊണ്ട് ഇപ്പൊ 4 തവണ ഒരാൾ മാന്തി, വെറുതെ ഇങ്ങനെ മാന്തി, അങ്ങനെ വന്നാൽ കരുതിക്കൂട്ടി ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ മറന്നുകൊണ്ട് ഒരാൾ ചെയ്താൽ എന്തുണ്ട്? പിന്നെ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പൊ അതേതാണ്? വഹുവൽ ഇഅ്തിദാലു വൽ ജുലൂസു ബൈന സജദതൈനി, ഇതൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ പറയുന്നത്. ഇത് ഇഅ്തിദാൽ, അത് ഇഅ്തിദാൽ കസീറായ റുക്നാണ്. ജുലൂസു ബൈന സജദതൈനി, 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം. ആ ഇരുത്തം ഒരാൾ ചെയ്താൽ എന്താണ്? അത് ദീർഘിച്ചിട്ട് പോയി. അങ്ങനെ വന്നാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. 5ാമത്തെ കാര്യം അതെന്താണ്? അശ്ശക്കു ഫീമാ സ്വല്ലാഹു മഅ ഇഹ്തിമാലി സിയാദതിഹി, ഒരാൾ നിസ്കരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ മഗ്രിബ് 3 റക്അത്താണല്ലോ, ഒരാൾ 4 റക്അത്തായി നിസ്കരിച്ചതായി സംശയിച്ചു. അതല്ലെങ്കിൽ
ഇശ നിസ്കാരം ഒരാൾക്ക് സംശയം, 4 റക്അത്താണല്ലോ, ഞാൻ 3ആണോ നിസ്കരിച്ചത് 4ആണോ നിസ്കരിച്ചത് എന്ന് ഒരാൾക്ക് സംശയം. അങ്ങനെ സംശയിച്ചാൽ എന്താ വേണ്ടത്? 3ആണോ എന്ന സംശയം എന്നുള്ളത് ഉറപ്പെടുത്തുകൊണ്ട് 3 ഉറപ്പാണല്ലോ, 4ആണല്ലോ വേണ്ടത്. അങ്ങനെ എന്നാൽ ഉടനെ 4ാമത്തെ റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. വസ്സാദിസു, 6ാമത്തേതാണ് അത് സാധാരണ ഒരു സംഭവം അല്ല എന്നർത്ഥം. അപ്പൊ 5 വ്യക്തിപരമായി കൂട്ടുമ്പോൾ 5 കാരണങ്ങളാണ് വരിക. 6ാമത്തെ കാര്യങ്ങൾ വരെ എങ്ങനെയാണ്? ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നേൽ പറയപ്പെട്ട 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ ആരിൽ നിന്ന് സംഭവിക്കുക? അത് ഇമാമിൽ നിന്ന് ഉണ്ടായാൽ എന്തുണ്ട്? സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഫയസ്ജുദു, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഇമാമ് സുജൂദ് ചെയ്യണം, അതേപോലെ മഅ്മൂമിങ്ങൾ ചെയ്യണം. വൈലം യസ്ജുദ് ഇമാമുഹു, അവന്റെ ഇമാമ് അത് സുജൂദ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ. അങ്ങനെ വന്നാൽ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. വൽ മസ്ബൂഖു യുഈദുഹു ഫി ആഖിരി സ്വലാത്തിഹി, ഈ മസ്ബൂഖ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവൻ നിസ്കാരത്തിന്റെ അവസാനത്തിലേക്ക് അതിനെ കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലാ യസ്ജുദുൽ മഅ്മൂമു, എന്നാൽ മഅ്മൂമ് സുജൂദ് ചെയ്യാൻ പാടില്ല. ലിസൈവി ഖലഫൽ ഇമാമി, അപ്പൊ ഇമാമ് നിസ്കരിക്കാണ്, ഇമാമും മഅ്മൂമും നിസ്കരിക്കുമ്പോൾ മഅ്മൂമിൽ നിന്ന് വല്ലതും സംഭവിച്ചു, ഇമാമിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. അങ്ങനെ വന്നാൽ മഅ്മൂമിന് മാത്രമായി സുജൂദ് ചെയ്യാൻ പാടില്ല. ഫഇന്നൽ മഅ്മൂമ യൽഹഖുഹു സഹ്വു അൽ ഇമാമു, മഅ്മൂമിൽ നിന്ന് വല്ലതും സംഭവിച്ചാൽ അതെന്താകും? അത് ഇമാമിൻ ആണ് നിസ്കരിക്കുന്നത്, ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത്, അവന്റെ ഇമാമ് അത് പരിഹരിക്കുന്നതാണ്. അപ്പോ ഇമാമു മഅ്മൂമായി നിസ്കരിക്കുമ്പോൾ മഅ്മൂമിൽ നിന്ന് വല്ല മറവി പരമായി വല്ലതും സംഭവിച്ചാൽ മഅ്മൂമ് സഹ്വിന്റെ സുജൂദ് ചെയ്യരുത്. ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മഅ്മൂമിങ്ങൾ എല്ലാവരും ചെയ്യൽ നിർബന്ധമാണ്. ഇനി ഒരു കാര്യവും കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. വയഫൂതു സുജൂദ് സഹ്വി, സുജൂദിന്റെ അത് നഷ്ടപ്പെടും എപ്പോൾ? ഇൻ സല്ലമ ഹംദൻ, അയാൾ മനഃപൂർവ്വം സലാം വീട്ടിയതിനു ശേഷമാണ് ഒരാൾക്ക് ഓർമ്മ വന്നത്, ഞാൻ ഖുനൂത്ത് ഓതിയിട്ടില്ലല്ലോ, ഞാൻ സഹ്വിന്റെ സുജൂദ് ചെയ്യണ്ടേ എന്ന് ഓർത്താൽ എന്തില്ല? സുജൂദില്ല. വൈൻ കറുബൽ ഫസ്ലു, അത് എത്ര അതാണ് ചെല്ലും ഔ സഹ്വൻ, അതിൽ മറന്നുകൊണ്ടാണ് ഫസ്ലു, അപ്പൊ എന്താണ്? മറന്നുകൊണ്ടാണ് അയാൾ സലാം വീട്ടിയതിനു ശേഷമാണ് ഓർമ്മ വന്നത്, അല്ലാഹ് ഞാൻ ഖുനൂത്ത് ഓതില്ല. അങ്ങനെ ഉടനെ ആണെങ്കിൽ, ആ സലാം വീട്ടി ഉടനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാം? സഹ്വിന്റെ സുജൂദ് ചെയ്യാം. കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ഓർമ്മ വന്നത് എങ്കിൽ എന്തില്ല? ആ സുജൂദ് സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ പറ്റുന്നത് അല്ല എന്ന്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഈ സുജൂദ് ഏതെല്ലാം നിസ്കാരത്തിൽ പെടും? എല്ലാ നിസ്കാരത്തിൽ പെടും. ഏതിൽ ഉണ്ടാവില്ല? മയ്യത്ത് നിസ്കാരത്തിൽ ഇത് പരിഗണനീയമല്ല, ഇല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി എത്ര തെറ്റുകൾ വന്നു പോയാലും, നിസ്കാരത്തിൽ എത്ര തെറ്റുകൾ വന്നു പോയാലും എന്താ വേണ്ടത്? ഈ 2 സുജൂദുകൾ മാത്രമേ ഉള്ളൂ. തെറ്റുകൾ ചെയ്യുന്നതിന് അഥവാ മറവികൾ സംഭവിക്കുന്നതിനനുസരിച്ച് സുജൂദിന്റെ എണ്ണം കൂടുന്നത് അല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. നമുക്ക് നല്ല നിലക്ക് നിസ്കരിക്കാൻ, നല്ല നിലക്ക് കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ജഗന്നിയന്താവായ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.